ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണോ പ്രാങ്ക് ചെയ്യാൻ വന്നാണോ? ഇപ്പൊ അഗ്നയുടെ കറക്റ്റ് സ്വഭാവം വെളി വരുന്നുണ്ടോ? എന്റെ ആദ്യം എന്റെ അടുത്ത് ഒന്ന് നോർമലായി അല്ലല്ല ഒരു മിനിറ്റ് നിങ്ങളുടെ അനുഭവം ചോദിക്കും. മേക്കപ്പ് ആണ് അതിന്റെ രീതി മതി. പക്ഷെ അഗ്നയുടെ തെറ്റ് നിങ്ങൾ എന്താ ഇത്ര പറയാത്ത? എന്താ അഗ്നയല്ലേ ഇപ്പൊ ഞാൻ 10 മിനിറ്റ് നിങ്ങൾ എന്താ അത് പറയാത്ത? സ്വഭാവം ഒന്ന് അറിയണ്ടേ ഞങ്ങൾക്ക്? ചുമ്മാ പറഞ്ഞു കേട്ടോ. അല്ല പ്രസാദ് ഇവരെന്നെ ശരിക്കും മഴക്കൂർ എന്താ ബ്രോ നമ്മൾ അനുഭവം ചോദിച്ചിട്ടല്ലേ വന്നേ? അല്ല അത് വെക്ക ഊരണ്ട അതല്ല അത് വെക്ക്. ഡയറക്ടർ സാറ് വന്നു. സാർ ചുമ്മാ കേട്ടോ. ഹായ് ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത് കഴിഞ്ഞ 6 വർഷമായിട്ടൊരു എന്താ ജൈത്ര യാത്രയായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂവിലൊരു കഥാപാത്രം ചെയ്യുന്ന ഒരു താരമാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ആരാ ആ കഥാപാത്രം ചെയ്യുന്ന ആളെന്നുള്ളത്. കഥാപാത്രത്തിൻ്റെ പേരും ആളുടെ പേരൊക്കെ ഞാനിപ്പോൾ തന്നെ പറയാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അഗ്നയ്ക്ക് സ്വാഗതം. അഗ്ന നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? ഈ കഥാപാത്രത്തിന്റെ പേരെന്തായിരുന്നു? കഥാപാത്രത്തിന്റെ പേര് സുജ. സുജ. 6 വർഷമല്ലേ? 6 വർഷമായി. ഈ 6 വർഷമായിട്ട് ഇപ്പൊ എത്ര എപ്പിസോഡായി മൊത്തം? ഇപ്പോ 1400 സംതിങ് ആയി. 1400 സംതിങ് എപ്പിസോഡല്ലേ? ഈ ത്രൂ ഔട്ട് ആയിട്ടുണ്ടോ? അത് എത്ര എപ്പിസോഡ് മിസ്സായിട്ടുണ്ട് അതിനകത്ത്? കുറച്ച് എപ്പിസോഡിലൊക്കെ മിസ്സായിട്ടുണ്ട്. എങ്കിലും നമ്മൾ തുടങ്ങുമ്പോൾ 1000 എന്തായാലും കഴിഞ്ഞിട്ടുണ്ടല്ലേ? സ്ഥലം കറക്റ്റ് സ്ഥലം എവിടെയാ? കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ആണ്. കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ്. പക്ഷെ നമ്മൾ അങ്ങ് അറ്റാണ്. എറണാകുളം സ്റ്റാർട്ടിങ് വരും. പിറവൊക്കെ അടുത്ത്. പിറവെന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എറണാകുളമാണ്. പക്ഷെ അല്ല, ഞങ്ങൾ പിറവ അടുത്ത് പെരുവാന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത്. ഇപ്പൊ കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത് അരയങ്കാവ് എന്ന് പറയും. ഹസ്ബൻഡൊക്കെ നല്ല സപ്പോർട്ടാണോ? ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ് വീട്ടില് ഇപ്പം അമ്മ, ഞാന്, ഹസ്ബൻഡ്, പിന്നെ ആളുടെ പപ്പ. ഇത്രയും പേരാണല്ലോ. ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി കല്യാണം കഴിച്ച് ഈ പഠിച്ചോണ്ടിരുന്ന സമയത്ത് തന്നെയാണോ ഈ സീരിയലിലേക്ക് വന്നത്? അതെ അതെ, ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പോ തൊട്ടേ സീരിയൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് PG ഒക്കെ കഴിഞ്ഞപ്പോ ഞാനൊന്ന് ബ്രേക്ക് എടുക്കാം, ഇനി വേണ്ട എന്നുള്ള രീതിയിൽ ഇരുന്നതായിരുന്നു. പക്ഷെ അപ്പോഴാണ് എന്നെ മഞ്ഞുതിരിഞ്ഞ പൂവിലേക്ക് വിളിക്കുന്നത്. സിനിമയിലേക്ക് അല്ലെങ്കിൽ വേറെ പിന്നെ പഠിത്തം ജോലി അങ്ങനെ പോകാനായിരുന്നു? പഠിത്തം കഴിഞ്ഞപ്പോ പഠിച്ചോണ്ടിരുന്ന സമയത്ത് അങ്ങനെ ആ ഒരു ഇടവേളകളിൽ ചെറു രസത്തിന് വേണ്ടി ചെയ്തതാണ്. നമ്മളിത് കരിയർ ആയിട്ട് ഇത് ചൂസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞു. ഓക്കെ, ഇനി ജോലിയിൽ ഫോക്കസ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് പറ്റില്ലല്ലോ. നമുക്കിപ്പോൾ ഒരു മാസം ഉണ്ടെങ്കിൽ 15 ദിവസം ഇവിടെ, 15 ദിവസം അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഇതിലേക്ക് കോൾ വരുന്നത്. അപ്പോൾ കോൾ വന്നപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ പോവണ്ട, ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ എല്ലാവരും പറഞ്ഞു ചെയ്യും, നല്ലതായിരിക്കും ഒരു പക്ഷേ എന്ന് പറഞ്ഞു. അത് ആ പറഞ്ഞ പോലെ തന്നെ നല്ലതായി. എന്ത് ജോലിയാണ് ഏറ്റവും മുന്നിൽ വന്നത്? അല്ലെങ്കിൽ പഠിച്ചിട്ട് എന്ത് ജോലി നേടണമെന്നാണ് ആഗ്രഹം? ഞാൻ IT ആയിരുന്നു. MSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ഞാൻ എടുത്തത്. അപ്പം ആ ഒരു ഫീൽഡ് തന്നെയായിരുന്നു ചൂസ് ചെയ്തത്. ഈ കഥാപാത്രം ആദ്യം ഇപ്പം നേരത്തെ കുറെ സീരിയൽ ചെയ്യുന്നു പറഞ്ഞു. ഇപ്പൊ എത്രാമത്തെ സീരിയൽ ഇത്? മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എനിക്ക് തോന്നുന്നൊരു 5 ഒക്കെ ആയിരിക്കും. മെയിൻ ആയിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ റോളുകളൊക്കെ ആയിരുന്നു അതിന് മുമ്പ് ചെയ്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ഈ പറഞ്ഞ പോലെ റോൾ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല, അങ്ങനെ തിരിച്ചറിയാൻ മാത്രമുള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സും ഞാൻ ചെയ്തിട്ടില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂവാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡന്റിറ്റി ആണല്ലേ? അതെ, എനിക്കൊരു ഐഡന്റിറ്റി ആണ് മഞ്ഞിൽ വിരിഞ്ഞ. ഇപ്പം എനിക്കൊന്ന് മാളികപ്പുറം ഏഷ്യാനെറ്റിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലേ? ഇപ്പൊ ഏഷ്യാനെറ്റിലെ മാളികപ്പുറം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ക്യാരക്ടർ മുഖത്തോടെ ഓടിപ്പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയുടെ മുഖത്തിന് ഫേസിന് പറ്റിയ ചില കഥാപാത്രങ്ങൾ സിനിമയിൽ വന്നിട്ടുണ്ട്. അതങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ഫേസ് കട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്? അങ്ങനെ സിനിമയിൽ ഓഫ് റോൾ ഒന്നും വന്നിട്ടില്ല. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ എന്താ പറയാ, നമ്മൾ തന്നെ വേണം അതിലേക്ക് എന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല. അല്ല, അത് ആർട്ടായിട്ടുള്ള സിനിമയിലേക്ക് താല്പര്യമുണ്ടോ? എനിക്ക് സീരിയലാണ് ഇഷ്ടം. അത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ചുമ്മാതെയാണ്, സിനിമ കിട്ടിയാൽ ചെയ്യും കേട്ടോ, ചെയ്യില്ലെന്നല്ല. പക്ഷെ എനിക്കൊന്നും സീരിയൽ കുറെ കൂടി കംഫർട്ട് സോൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ മാസവും ഒരു വർക്ക്, പിന്നെ ഒരു ഫാമിലി പോലെയാണ് കുറെ കൂടെയൊക്കെ. ഇപ്പൊ ഇതിന് 6 വർഷമായി. 6 വർഷം എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാലയളവാണ്, ഒരുപാട് നീണ്ടൊരു കാലയളവ്. അപ്പൊ അത്രയും കാലം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു ഇത് നമ്മൾക്കൊരു ജോലിയായിട്ട് തന്നെ ഇത് ഒരു പ്രൊഫഷൻ. എല്ലാവർക്കും ഞാൻ പറയട്ടെ, ഇപ്പം രേഖ ചേച്ചി ആയാലും അല്ലെങ്കിൽ മറ്റു കഥാപാത്രങ്ങൾ ചെയ്യുന്ന മത്സര സീരിയലുള്ള ആൾക്കാരായാലും ഇതൊരു ജോലിയാണ്. ഞാനൊരു ചെറിയൊരു കാര്യം, എല്ലാ മാസവും നമ്മൾ ജോലിക്ക് പോകുന്നു. അതെ, നിങ്ങൾക്കിപ്പോൾ ചെറിയൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ചെറിയൊരു വീട് വെക്കുകയാണെങ്കിൽ, ഒരു കാർ വാങ്ങിക്കുകയാണെങ്കിൽ EMI അടയ്ക്കാൻ ഒരു 3 വർഷം 4 വർഷം ഒരു സീരിയൽ സെറ്റിലാണ്. EMI അടച്ചു പോകും അല്ലേ? ബീനാനൊരു ചേച്ചി ഒരു ഇതിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമുക്കൊരു വിശ്വാസമുണ്ട്. പെട്ടെന്ന് നമ്മൾ ഇതിൽ നിന്ന് ഒരുപക്ഷെ നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്ത് നമ്മൾ അത്രയും അറിയപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല. അത് കറക്റ്റ് ആണ് പറഞ്ഞത്. പക്ഷെ സീരിയൽ
എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് കുറച്ചും കൂടി ഒരു പ്രതീക്ഷ കൂടുതലാണ്. അല്ല, സിനിമയും സീരിയലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സിനിമ ഒരെണ്ണം ചെയ്താൽ അത് പോവും, ആൾക്കാരുടെ മനസ്സിൽ നല്ല ക്യാരക്ടർ ആയിരിക്കണം, അത് പതിയുന്ന ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടണം. ശരി, സീരിയൽ ആകുമ്പോഴത്തേന് കണ്ടിന്യൂസ് നമ്മുടെ വീടുകളിൽ എല്ലാ സമയങ്ങളിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ക്യാരക്ടർ വരുന്നതായിരിക്കാം. തീർച്ചയായിട്ടും അത് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഇത്ര ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നോ? കുറച്ച് കോൾ ചെയ്താ വിളിച്ചാ എന്റെ ഫോണിലേക്ക് ബെല്ലടിപ്പിച്ചാൽ മതി. സൈലന്റ് ഇടണേ. സൈലന്റ് ഇടണോ? വൈബ്രേഷൻ ഇട്ടാ മതി. 5 മിനിറ്റ് കൂടെ, 4 മിനിറ്റ് കൂടെ. ആ, അത് ഓക്കെ ആണോ? നമ്മൾ പല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പോൾ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ വേഷം കണ്ടിട്ട് കുറച്ച് കാമാൻ കോയറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ എങ്ങനെ? ജീവിതത്തില് വെളിയിൽ നിന്ന് അവിടെ ചിരിക്കും, ലക്ഷ്മി എന്ന് ചിരിക്കും. ജീവിതത്തിൽ എങ്ങനെയാന്ന് വെച്ചപ്പോൾ ജീവിതത്തിൽ ഞാൻ അത്ര കാമാൻ കോയിട്ടല്ല. ഹസ്ബൻഡ് നമ്പർ തന്നെ വിളിച്ചു ചോദിക്കും. ആള് വിളിച്ചു ചോദിച്ചാൽ ആളെവിടെയാ? ആള് എറണാകുളമാണ്. എറണാകുളമാണോ? ഒന്ന് വിളിക്കുമോ? ഹസ്ബൻഡ് ഒന്ന് വിളിക്കുമോ? ഒന്ന് സംസാരിച്ചു നോക്കാം. ഒന്ന് വിളിക്കുക. ഒരു ഇൻ്റർവ്യൂലാണ് സംസാരിക്കുക. ഇങ്ങനെ മൂവി വേൾഡ് മീഡിയയിലെ ഇൻ്റർവ്യൂലാണ്, ചേട്ടനൊന്ന് സംസാരിക്കണമെന്ന് പറയാം. ഒന്ന് ചോദിക്കാം. ഒന്ന് ലൗഡ് സ്പീക്കർ ഇട്ടാതെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇതിനിടെ ഹസ്ബൻഡിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വീട്ടിൽ. ഞാൻ ശരിക്കും പാവാണ്. അന്ന് വിളിക്കാം, നോക്കട്ടെ നമുക്ക് പാവം. നമുക്ക് ചോദിച്ചു നോക്കാം. എന്താ ജോലി? എന്താ? ആള് മഹീന്ദ്രയിൽ വർക്ക് ചെയ്യണം. മഹീന്ദ്രയിൽ 4 വീലറിലാണോ അതോ ഫിനാൻസിലാണോ? അല്ല, ഇത് 4 വീലറിലാണ്. എന്തായാലും എടുക്കാതിരിക്കത്തില്ല, എടുക്കും. കോള് പോകുന്നില്ല കേട്ടോ. കോള് പോകുന്നില്ലെന്ന് പറയാം. ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, കോള് പോകുന്നുണ്ടോ? ലക്ഷ്മി എങ്ങനെ, നല്ല കമ്പനിയാണോ? ലക്ഷ്മി നല്ല കമ്പനി. ആള് നല്ല കമ്പനിയാ. ഒന്ന് പറയണം, എൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ചോദിച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഹലോ, ലൗഡ് സ്പീക്കർ ഇട്ടോ. ഹലോ ഹലോ ചേട്ടാ, നമസ്കാരം ചേട്ടാ. പേര് അനീഷ് എന്നാണ്. ഞാൻ മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്നാണ് ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക വൈഫിനെ. അപ്പം വൈഫിനോട് ഒരു ചോദ്യം ചോദിച്ചു. ചേട്ടൻ അതായത് എങ്ങനെയാണ് വീട്ടിലെന്ന് ചോദിച്ചു. ഈ കഥാപാത്രം പോലെ ആണോ ആള് വീട്ടിലെന്ന് ചോദിച്ചു. പുള്ളിക്കാരി അപ്പോഴേ എന്നോട് പറഞ്ഞു, ചേട്ടായോട് നമുക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന്. പുള്ളിക്കാരി എങ്ങനെയാണ് ചേട്ടാ വീട്ടില്? ചേട്ടാ ഇതിനു വേണ്ടി പറയല്ലേ, ഞാൻ ഇങ്ങനെ വിളിച്ചതിന് വേണ്ടി പറയല്ലേ, സത്യസന്ധമായിട്ട് പറയണം. എങ്ങനെ? ചേട്ടന്റെ സംസാരം കേട്ടിട്ട് ചേട്ടൻ പാവമായിട്ട് തോന്നുന്നു എനിക്ക്. അങ്ങനാണോ? ചേട്ടായുടെ പേരെന്താ? അരുൺ. നിങ്ങളുടെ ലൈഫൊക്കെ എങ്ങനെ സെറ്റായിട്ട് പോകുന്നുണ്ടോ? പുള്ളിക്കാരി ഇതിനകത്ത് അഭിനയിക്കുന്നതിനുണ്ട് എന്തെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു പുള്ളിക്കാരി, ആണോ? ആന്ന്. പക്ഷെ ഈ 15 ദിവസമൊക്കെ എങ്ങനെ കാണാതിരിക്കും? അതെ 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 അതെ. അപ്പൊ എന്തായാലും സെയിൽസിലാണോ അവിടെ? മഹീന്ദ്ര സെയിൽസിലാണോ? സെയിൽസിലോ? ഓക്കെ. അപ്പം നൈസ് മീറ്റ്. നമുക്ക് കാണാം, എപ്പോഴെങ്കിലും നേരിട്ട് കാണാം. കാണാം കേട്ടോ. ഞാനിപ്പോൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ പേര് അനീഷ് എന്നാണ് കേട്ടോ. ഓക്കെ ബൈ ചേട്ടാ. ഓക്കെ ബൈ ബൈ. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നല്ല ചേട്ടായി മഹീന്ദ്ര എന്നിട്ടിരിക്കുന്നു. ആരെങ്കിലും അങ്ങനെ ഇടുവോ ഫോണിനകത്ത്? അതല്ല, ആക്ക് 2 നമ്പർ ഉണ്ട്. അപ്പം ഓഫീസ് നമ്പറിൽ നിന്ന് വിളിക്കുമ്പോ ചേട്ടായി മഹീന്ദ്ര ആരെങ്കിലും ഇടുവോ? അത് അന്ന് ഇങ്ങനെ അയച്ചിട്ട്. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അതുകൊണ്ടാണ്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഇട്ടിരുന്നല്ലേ? ആ സമയത്ത് ചേട്ടായി മഹീന്ദ്ര. ഇപ്പൊ ഈ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ പറയും, ഇവളെയൊക്കെ എന്തിനാ ഇന്റർവ്യൂ എടുക്കുന്നത്, ആർക്കറിയാം, കണ്ടാൽ പോലും അറിയത്തില്ല. പക്ഷെ നമ്മുടെ മൂവി വേൾഡ് മീഡിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെല്ലാം ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. ഇപ്പൊ 6 വർഷമായിട്ട് ഈ സീരിയലിൽ നിന്ന് ഒരാളെ എടുത്തില്ലേ പിന്നെ നമ്മൾ ആരെ എടുക്കാൻ പറ്റും? ഒരു സീനിയർ ആർട്ടിസ്റ്റ് പോലും ഇത്രയും നീണ്ട കാലയളവിൽ ഒരു സീരിയലിൽ നിന്ന് കാണാൻ എനിക്ക് ചാൻസ് കുറവാണ്. എനിക്കൊന്ന് രേഖ ചേച്ചി ആ സമയം തൊട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ട് രേഖ ചേച്ചിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ? എങ്ങനെയുണ്ട്? ചേച്ചി നമുക്ക് ഏറ്റവും വലിയൊരാള് തന്നെയാണ്. ഒരു അമ്മയെ പോലെ തന്നെ ആള്. അമ്മയാണ് അല്ലേ? അമ്മയാണ്. അതുപോലെ ലക്ഷ്മി പല സീരിയലിൽ വന്ന ലക്ഷ്മിയുടെ ക്യാരക്ടറായിട്ട് എങ്ങനെയുണ്ട്? കുറെ നേരമായിട്ട് ലക്ഷ്മി അവിടെ കിടന്ന് കറങ്ങുന്നു. ചോദിച്ചിട്ടൊക്കെ പറഞ്ഞു വിടാം നമുക്ക്. ലക്ഷ്മി ഭയങ്കര പാവാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ജെനുവിൻ ആയിട്ട് ഭയങ്കര ഓപ്പൺ ആയിട്ട് നമ്മളോട് സംസാരിക്കുകയും പെട്ടെന്ന് ഫ്രണ്ട് ആവുകയും ചെയ്യുന്ന ഒരാളാണ്. പെട്ടെന്നാവും അല്ലേ? പെട്ടെന്ന് ഫ്രണ്ട്. അതെനിക്കറിയാം. എനിക്ക് കുറെ വർഷമായിട്ട് എനിക്ക് ലക്ഷ്മി അറിയാം. പിന്നെ ഇവിടെ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ മിഥുന ഇതിനകത്തൊരു ക്യാരക്ടർ ഞാൻ സീരിയൽ കാണാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണെന്നായിരിക്കും ജയ വരുന്നത് വീണ്ടും. ബ്രോ ഒരു 5 മിനിറ്റല്ലേ ബ്രോ പറഞ്ഞത്?
നിങ്ങൾ 10 മിനിറ്റ് പറഞ്ഞു. എന്നോട് 10 മിനിറ്റ് ഞാൻ 2 അളവെന്ന് ചോദിച്ചായിരുന്നു. അല്ല മിഥുന എന്നോട് 10 മിനിറ്റ് പറയും. 10 മിനിറ്റ് എത്ര അല്ല അല്ല അഖില അഖില ചേട്ടാ എത്ര മിനിറ്റ് എടുത്തേട്ടാ നമ്മളിപ്പം ബ്രോ ഒരു 2 മിനിറ്റ് കൊടുത്താ പ്ലീസ്. ഒന്ന് ഫൈൻഡ് അപ്പ് ചെയ്തോട്ട്. നിങ്ങൾ എന്തിനാ പിന്നെ 10 മിനിറ്റ് പറഞ്ഞെന്തിനാ പിന്നെ? അല്ല എന്റെ ഇടയ്ക്ക് 10 ഞാൻ അവരോട് ചോദിച്ചില്ല. അല്ല അഖില നമ്മളൊരു ഷൂട്ട് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ അല്ലല്ല അതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂല് മുഴുനീളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബൻസ് വന്ന പ്രത്യേക പ്രശ്നമാകത്തില്ല. ഞാൻ ചോദിച്ചതാണ് അവരോട്. അങ്ങനെ അങ്ങനല്ല അങ്ങനെ സംസാരിക്കില്ല. അങ്ങനെ അടുത്ത് ഞാൻ ആ ബ്രോ എടുത്ത് ചോദിച്ചു 10 മിനിറ്റ് പറഞ്ഞില്ലേ, കറക്റ്റ് പറഞ്ഞല്ലേ, അങ്ങനല്ലേ നമുക്ക് 10 മിനിറ്റ് മതി. ഇപ്പം ഇന്റർവ്യൂ വേറെ കൊടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളടുത്ത് ഞാൻ ചോദിച്ചില്ല, സോറി കേട്ടോ, നിങ്ങളടുത്ത് ചോദിക്കാൻ പറയാൻ പറ്റില്ല. ഒരു 2 മിനിറ്റ് കൂടെ തരുമോ വൈൻഡ് അപ്പ് ചെയ്യാനാ? ഒരൊറ്റ മിനിറ്റ് ജസ്റ്റ് പറഞ്ഞു ഞാൻ പറയാം. ഇയാൾ ഇത്ര ഷോ കാണിക്കാൻ തോന്നുന്നു. ഞങ്ങളിപ്പോ ഒരു എടുക്കുന്ന ഒരു മിനിറ്റ് ഇല്ല, ഒരു മിനിറ്റ് നമ്മൾ അങ്ങനെയുള്ള ലൊക്കേഷനിലൊക്കെ വരാം. ഞങ്ങൾ എല്ലാ ലൊക്കേഷനിലും പോകുന്നത്. ഇയാൾ ഇത്ര ഷോ കാണിക്കേണ്ടായിരുന്നു. നിങ്ങളെ ഡയറക്ടർ ചെയ്യാൻ പറഞ്ഞ്, കൺട്രോളർ ശ്രീകുമാരേട്ടൻ ചെയ്യാൻ പറഞ്ഞ്, ഇയാൾക്ക് എന്താ കുഴപ്പം? ഇയാള് ഇതിനകത്ത് ഒരു അസിസ്റ്റന്റ് ഇല്ലയോ? പിന്നെന്തോ ഇയാൾ അങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു. ഞാൻ എന്റെ പണി ചെയ്യുന്നത് പിന്നെന്തോ? അല്ല അങ്ങനെ എണ്ണി ചോദിക്കാൻ ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നില്ലയോ? അല്ലല്ല അല്ല അതിനിപ്പോ എന്താ നിന്നാലും 1-2 കാര്യങ്ങൾ ചോദിക്കണ്ടായിരുന്നു. അങ്ങനെയല്ല തെറ്റ്, ഞാൻ അങ്ങനെ തെറ്റ് പറയത്തുള്ളൂ. അല്ല ഞാൻ പറയട്ടെ, നമുക്കിപ്പോ ഇവിടെ വന്നിരുന്നിട്ട് അത് എടുക്കല്ലേ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, അത് ഊരണ്ട. അളയാ ഞാനൊരു കാര്യം പറ്റാളെ അളയാ അടാ നീ ഇവിടെ കണ്ടോണ്ടിരുന്നേ 10 മിനിറ്റ് പറഞ്ഞിട്ടല്ലടാ വിളിച്ചത്. ആ അല്ല അതിപ്പോ മനസ്സിലാവും, നിങ്ങളെല്ലാം ഒരു കൈയാണെന്ന് നമുക്ക് മനസ്സിലാവും, നമ്മൾ വെളിയിൽ നിന്നൊരാണെന്ന് മനസ്സിലാവും, അത് ഓക്കെയാണ് മനസ്സിലാവും. പക്ഷെ എന്തായാലും ഇത് കഴിയാൻ വിടാൻ പറ്റത്തില്ല, ഇത് കഴിയാൻ വിടാൻ പറ്റത്തില്ല. ഏതാ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നില്ലല്ലോ എടുക്കാൻ. നിങ്ങളുടെ സ്ഥലം എന്ന് പറയാൻ അങ്ങനെ എന്താ ബ്രോ, നമ്മൾ അനുവാദം ചോദിച്ചിട്ടല്ലേ വന്നേ? അല്ല അത് വെക്കുക ഊരണ്ട, അതല്ല അത് വെക്കുക. അല്ല അപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയത്. അങ്ങനെ എന്തിനാ 10 മിനിറ്റ് പറഞ്ഞത് ബ്രോ? നിങ്ങൾ ആരും കേട്ടില്ല 10 മിനിറ്റ് കൊണ്ടെന്ന് പറയാം. പുള്ളിക്കാരോട് ചോദിച്ചു നോക്ക്, പറഞ്ഞതാ. അല്ല പുള്ളിക്കാരി എന്നോട് പറഞ്ഞു 10 മിനിറ്റ് തരാന്ന്. ചോദിച്ചു നോക്ക് ബ്രോ, ചോദിച്ചു നോക്ക്. അല്ല നിങ്ങൾ പറഞ്ഞതല്ല, പുള്ളിക്കാരി ഇങ്ങോട്ട് പറഞ്ഞു എൻ്റെ അടുത്ത്. അതെന്തിനാണ് ചോദ്യം? അതെന്തിനാ ചോദ്യം? അതെന്താ ചോദ്യം ബ്രോ? അല്ല എൻ്റെ തെറ്റുണ്ടോ പറ. പുള്ളിക്കാരി 10 മിനിറ്റ് പറഞ്ഞേ, എൻ്റെ തെറ്റുണ്ടോ? അല്ല ബ്രോ എൻ്റെ തെറ്റുണ്ടോ? 10 മിനിറ്റ് പുള്ളിക്കാരി പറഞ്ഞിട്ടാ വന്നിരുന്നത്. നിങ്ങളാരാ മേക്കപ്പാൻ അതിന്റെ രീതി നിന്നാൽ മതി. നിങ്ങളോട് ചോദിച്ചിട്ടില്ല, നിങ്ങൾ അതിന്റെ രീതി നിന്നാൽ മതി കേട്ടോ. റോങ് വർത്താനം നിങ്ങൾ ആരും പറയുന്നത് വേണ്ട. പിന്നെന്തോ അല്ല നിങ്ങളുടെ സെറ്റാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ വേണം പിന്നെ? ഇവിടെ ഇരിക്കും, ഒരു കാര്യം പറയട്ടെ, വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് അവിടെ ഇരുന്നോ, അല്ല അവിടെ ഇരുന്നോ. നിങ്ങളെയൊക്കെ എടുത്താൽ പോലും ആരോ ഇവിടെ ഇരുന്നോ അങ്ങനെ അവിടെ ഇരുന്നോ അവിടെ പറയട്ടെ, അവിടെ ഇരുന്നോട്ടെ, അവിടെ ഒന്ന് വൈൻഡ് അപ്പ്, അവിടെ നിന്നോ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഇല്ല ഒരു മിനിറ്റ്, ഒരു വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. എടാ ഒരു മിനിറ്റ് ഒറ്റ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ, വന്നിരുന്നോ ഇരുന്നോ. അല്ല അങ്ങനെ ഇരിക്കുക, അങ്ങനെ ഒരു മിനിറ്റ് അങ്ങനെ ഇരിക്കുക. ഇല്ല എനിക്ക് ഇങ്ങനെ സംസാരിക്കാറിയുള്ളൂ. അല്ലല്ല ഒരു മിനിറ്റ് നിങ്ങളുടെ അനുഭവം ചോദിക്കും. ഒന്ന് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ, ഒറ്റ മിനിറ്റ്. നിങ്ങൾ മുമ്പിൽ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം. ശരി അങ്ങനെ ഇരിക്കും, അങ്ങനെ അതെടുത്ത് വെക്കുക. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അടുത്ത് 10 മിനിറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്. ഇല്ല നിന്റെ അടുത്ത് ചോദിച്ചില്ല. ശരിയാ നിന്നോടും ചോദിച്ചില്ല. കൺട്രോളർ പ്രൊഫഷൻ കൺട്രോളർ ശ്രീകുമാരേട്ടൻ്റെ അടുത്ത്. പക്ഷെ അങ്ങനെയാണ് തെറ്റ്. നിങ്ങൾ എന്താ ഇത്ര പറയാത്ത? എന്താ അങ്ങനെയല്ലേ ഇപ്പൊ ഞാൻ അടുത്ത് 10 മിനിറ്റ് നിങ്ങൾ എന്താ അത് പറയാത്ത? എന്നെ മാത്രം നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ പറ. അങ്ങനെയുടെ ഇന്റർവ്യൂ ഞാൻ ഇതുവരെ 10-11 ഇന്റർവ്യൂ എടുത്തിട്ടുള്ള. ഞാൻ അങ്ങനെയുടെ ഇന്റർവ്യൂ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല ഇത് പ്രാങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഒറ്റ മിനിറ്റ് അങ്ങ് മാറി, ഒരൊറ്റ മിനിറ്റ് ഞാനത് പറയാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാനാ? ഇപ്പൊ അങ്ങനെയുടെ കറക്റ്റ് സ്വഭാവം വെളി വരുന്നുണ്ടോ? എന്റെ ആദ്യം എന്റെ അടുത്ത് ഒന്ന് നോർമലായി സംസാരിക്കും, ഇപ്പൊ എന്റെ അടുത്ത് റോങ് ആയിട്ട് സംസാരിക്കുന്നത്. ഇല്ല എനിക്കറിയത്തില്ല. എനിക്കറിയില്ല. അതെ ചേട്ടൻ ഇത്ര നേരം തർക്കിച്ച സമയം മതിയായിരുന്നു നമുക്ക്. അല്ല ഞാനത് തർക്കിച്ചത് അല്ല, അവനല്ലേ വന്ന് എന്റെ അടുത്ത് എന്താണെന്ന് പറഞ്ഞത്. അതാണ് അവന്റെ ജോലി, അവന്റെ ജോലിയാണ് വന്ന് ഷോട്ട് റെഡി ആവുന്നത്. എന്നാ എന്റെ ജോലി ചെയ്ത് പ്രാങ്കായിരുന്നു. നമുക്ക് ഇനി ബാക്കി ജോലി. താങ്ക് യു സോ മച്ച് ബ്രോ.
താങ്ക് യു. നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അത് കുറച്ച് സമയത്ത് സ്വഭാവം ഒന്ന് അറിയണ്ടേ ഞങ്ങൾക്ക്, എങ്ങനെ സ്വഭാവം ഒന്ന് അറിയണ്ടേ? എന്റെ സ്വഭാവം അത്ര മോശമായിട്ട് ഞാൻ അന്നേരം പറഞ്ഞില്ല. ചുമ്മാ പറഞ്ഞു കേട്ടോ. നല്ല ഉഗ്രം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഇനി വന്നേ, നീ ഇനി വാ, ഇങ്ങ് വാടാ. ചുമ്മാ പറഞ്ഞ കേട്ടോ, ചുമ്മാ വേറെ ഒന്നും വിചാരിക്കില്ല കേട്ടോ. കേട്ടോ അവൻ അവസരം കിട്ടിയാൽ മുതലാക്കി. അപ്പം ഡയറക്ടർ സാറ് വന്നു. സാറ് ചുമ്മാ ഇതിന് വേണ്ടി കേട്ടോ, സാർ ഇത് കേട്ട് വന്നതാന്ന് തോന്നുന്നു. സാറ് സംസാരം കേട്ട് താഴെ നിന്ന് സാറ് മേളിക്ക. സാറേ ഇതൊരു ചുമ്മാ ജസ്റ്റ് ഒരു ഇത് കൊടുത്തു, സോറി കേട്ടോ. അല്ല പ്രസാദ് ശരിക്കും മഴക്കൂർ ആടാ ഒരു ക്യാരക്ടർ സാറേ ഒരു റോൾ അവന് കൊടുക്കണം കേട്ടോ. നല്ലപോലെ അഭിനയിക്കുന്നുണ്ട് അവൻ. അപ്പം ഇതില് നമ്മളിനി തിരിച്ച് ഇത് ചെറുതായിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മളൊരു ചെറിയ സെക്ഷൻ മാത്രമേ എടുത്താൽ മതി, അല്ലാതെ അതിനകത്തൊരു വലിയ ഹൈപ്പായിട്ടൊന്നും ഇല്ല. അവർ രണ്ടുപേരും ചെയ്യുന്നുള്ളൂ തോന്നുന്നു, അങ്ങനെ തോന്നണം. അതാണ് പ്രായം പറയുന്നത്. ലക്ഷ്യം നമ്മളിപ്പം നമ്മുടെ എനിക്ക് തോന്നിയായിരുന്നു. എടാ നീ ഇനി സീരിയസ് ആയിട്ട് വല്ലതും പറഞ്ഞാലും പുള്ളിക്കാരെ അങ്ങനെ കാണൂല കേട്ടോ. അപ്പം നമ്മൾ ഈ സീരിയലിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ 6 വർഷം നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പല സിറ്റുവേഷൻസിലും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഡയറക്ഷൻ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? മീൻസ് അതായത് ഇപ്പം ചില കാര്യങ്ങൾ തെറ്റിക്കുമ്പോൾ ചില വഴക്കുകളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഡയറക്ടർ കണ്ടപ്പോൾ ഒരു പാവം മനുഷ്യൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടത്. എനിക്ക് സൗണ്ട് കേട്ട് അതേ ഇവിടെ വന്നതാട്ടോ. അതെ, സാറിൻ്റെ പേര് പ്രസാദ് സാറ്. ശ്രീ മൂവീസ് അല്ലേ ഇതിന്റെ പ്രൊഡക്ഷൻ? എത്രയോ സീരിയൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, എത്രയോ കമ്പനിയാണ്. അപ്പോൾ വലിയ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തന്നെ ഭാഗ്യം കിട്ടിയല്ലേ? ശ്രീ മൂവീസിന്റെ തന്നെയാണ്. ഇതിനകത്ത് സാറ് നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ പറയും, ഇതിനകത്ത് എനിക്ക് റോൾ ചെയ്യാൻ വേണ്ടിയാണ് ശ്രീമാരട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആങ്കറിന്റെ റോൾ തന്നെയാണ് എന്നെ ചെയ്യാൻ വിളിച്ചത്, ഒരു പത്രപ്രവർത്തകന്റെ. ആ സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല, വേറൊരാളെ വിട്ടു. അതിനുശേഷം ശ്രീമാരനായിട്ടാണ് ഞാൻ ചെറിയൊരു ദേഷ്യം എന്നോടുണ്ടായിരുന്നത്. അതിപ്പോൾ മാറ്റിയെടുത്തു. സാറിന് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു സീൻ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ആങ്കറായിട്ട്. അപ്പോൾ സമയത്ത് എനിക്ക് വരാൻ പറ്റാ വേറൊരാളെ ഞാൻ വിടുകയും ചെയ്തു. രാത്രിയിലായിരുന്നു, വെളുപ്പിന് 3 മണിക്കാണ് റമീസൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ശ്രീമാറിനെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അകനയ്ക്ക് ഇപ്പോൾ ഒരു പ്രാങ്ക് കൊടുക്കാൻ പറ്റും. അവൻ നന്നായിട്ട് ചെയ്തു, ഇവന് നന്നായിട്ട് ചെയ്തു. അങ്ങനെ അപ്പോൾ ഇതിലേക്ക് വന്നപ്പം ഈ ക്യാരക്ടർ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് മാറുമോ? ക്യാമറ ഇല്ലാതെ രാവിലെ എണ്ണിക്കുമ്പോൾ ആക്ഷൻ കട്ടെന്നൊക്കെ പറഞ്ഞാലേ എണ്ണിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ ചെന്ന് നമ്മൾ ഇതൊക്കെ മറന്ന് വീട്ടിലെ ആളായിട്ട് മാറിയല്ലോ. അതുകൊട്ടെ പ്രാങ്ക് കണ്ടപ്പോൾ എന്താ തോന്നി? പ്രാങ്കാൻ തോന്നിയില്ല ആദ്യം പ്രാങ്കാൻ തോന്നിയില്ല. പക്ഷെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ചേട്ടൻ വിട്ടുകൊടുക്കാണ്ടെന്നപ്പോൾ എനിക്ക് സംശയം, ചേട്ടൻ അങ്ങനെ അല്ല, ഞാൻ ഒറിജിനൽ വിട്ടുകൊടുക്കാറില്ല. ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വഴിയില്ലല്ലോ എന്ന് എനിക്കൊരു ലാസ്റ്റ് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്നെ പ്രാങ്ക് ചെയ്യാൻ വന്നാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒറിജിനൽ വിട്ടുകൊടുക്കാറില്ല. വീണ്ടും വരുന്ന കേട്ടോ. പുള്ളിക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞല്ലായിരുന്നു? ആ വൈൻഡപ്പ് ഇത് ഒറിജിനൽ അല്ലല്ലോ? ഒറിജിനൽ അല്ലയോ? ഒരു പ്രാങ്ക് കഴിഞ്ഞുള്ള വൈൻഡപ്പ് കേട്ടോ, വൈൻഡപ്പ്. അപ്പം നമ്മൾ ഈ 6 വർഷമായിട്ടുള്ള ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇനി വേറെ ഏതെങ്കിലും സീരിയൽ, ഞാൻ പറഞ്ഞ സിനിമയിലേക്ക് ഏതെങ്കിലും ഈ ഫേസിൽ, അതായത് ഇപ്പം ഇങ്ങനെയുള്ള തനി നാടൻ ഈ ക്യാരക്ടർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇഷ്ടംപോലെ ഇപ്പം സിനിമകൾ ഇറങ്ങാണ്. അങ്ങനെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഈ സീരിയൽ കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുന്നുണ്ടായോ? ഇല്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. സത്യസന്ധമായി പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ചുമ്മാ പറയാൻ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ സത്യസന്ധമായി പറയാൻ വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ പോവോ? വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പോകും. ശരി, 2024 ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾ കുറേ ടാസ്ക് എടുത്താണ് ഈ ഒരു ഏരിയയിൽ വന്നത്. ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയാം. നമ്മുടെ എന്ത് ഗാർഡൻ? അരോമ ഗാർഡൻസ് അല്ലേ? അപ്പോൾ ഇവിടെ വന്നപ്പം വളരെ സന്തോഷം, ഇവിടെ വൈബുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ വന്നതെന്നറിയാം. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ചേഞ്ച് ആവാൻ എന്തെങ്കിലും മീൻസ്, അതായത് വേറെ ഒരു സ്വഭാവത്തിലേക്ക് മാറാനുള്ള ചാൻസസ്? അയ്യോ, ഈ കഥാപാത്രം ഒരുപാട് സ്വഭാവത്തിലൂടെ മാറിയാണ് അതെ. തുടക്കത്തിൽ ഞാൻ ഭയങ്കര പാവമായിരുന്നു, പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് മാറിയായിരുന്നു. അതായത് ഭയങ്കര മോശം നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. നായികയായിട്ട് അത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ. അതിനുശേഷം വീണ്ടും പാവത്തിലേക്ക് വരികയും പിന്നെ ചെറിയ സൈക്കോയാവുക. പിന്നെ സൈക്കോ ആണോ? സൈക്കോ മീൻസ് സൈക്കോ എന്നല്ല, ഭയങ്കര ഡിപ്രഷൻ, മെന്റലി അങ്ങനെയുള്ള ഒരു ക്യാരക്ടറൊക്കെ ആവുകയും അങ്ങനെ ഒരുപാട് തലത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ കഥാപാത്രം. മാളികപ്പുറം സീരിയലിലെ കഥാപാത്രം എത്രത്തോളം ഈ 2 കഥാപാത്രം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒബിയസ്ലി 6 വർഷം തന്നെ ആയിരിക്കും പറയുന്നത്. പക്ഷേ എങ്കിലും ആ കഥാപാത്രം ഹൈലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെന്താണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ? അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ ശരിക്കും ഞങ്ങളുടെ പോർഷൻ വന്നത്, എനിക്കൊരു കുട്ടി ഉണ്ടായില്. ആ കുട്ടിക്ക് ഒരു ദോഷം ഉള്ളതായിട്ടും ആ ദോഷം കാരണം കുട്ടി മരിക്കും എപ്പോൾ വേണമെങ്കിലും. അതൊരു
ഒരു ഭക്തി സീരിയലാണ്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത സംഭവങ്ങളാണ്. അപ്പോൾ ആ കുട്ടി എപ്പോഴും ആ ദോഷം കാരണം മരിക്കാം. അപ്പോൾ ആ കുട്ടി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി എന്തും ചെയ്യുന്ന ഒരു അമ്മയായിട്ട് ആണ് ഭയങ്കര സങ്കടവും പ്രാർത്ഥനയും മോളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് നടക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് അതിൽ. തീർച്ചയായിട്ടും ആ കഥാപാത്രങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ, ഇനിയും നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അപ്പം കുട്ടികൾ ഇല്ല, കുട്ടികളൊന്നും ആയിട്ടില്ല. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നമ്മുടെ സീരിയൽ ഇനി എല്ലാവരും തുടർന്ന് കാണണം. ഇപ്പോൾ ഇത്രയും കാലം ഒരു 6 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാലയളവല്ല. ഇത്രയും നാൾ നിങ്ങൾ തന്ന സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അതേപോലെ ഇനിയും ഈ സീരിയലിന് സപ്പോർട്ട് നിങ്ങൾ ചെയ്യണം. ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരും സ്നേഹം ഞങ്ങൾക്ക് വേണം. അതേപോലെ ഇത് ഞാനൊക്കെ വേറെ വേറെ കഥാപാത്രങ്ങളായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം. അങ്ങനെ വരുമ്പോൾ അന്നും ഇനിയുള്ള അതേ സ്നേഹത്തോടു കൂടി കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ കിട്ടട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നില്ലാവും. വീണ്ടും വന്നിട്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒറിജിനലായിട്ട് ആൾ വന്നതായിരിക്കും. അതുപോലെ നല്ല കഥാപാത്രങ്ങൾ കിട്ടുമെന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.